നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം ചെമ്പൂരിൽ കശാപ്പിനെത്തിച്ച പോത്ത് വിരണ്ടോടി, 3 പേർക്ക് പരിക്ക്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പോത്തിനെ കീഴടക്കി. കോതമംഗലത്ത് കൃഷിയിടത്തിൽ നാശം വിതച്ച് കാട്ടാനക്കൂട്ടം. ഫെൻസിംഗും ടിൻഷീറ്റുകളും തകർത്തു. പുലിപ്പേടിയിൽ ഇടുക്കി പന്തടിക്കളം മേഖല. തള്ളപ്പുലിയും 3 കുഞ്ഞുങ്ങളും പ്രദേശത്തുള്ളതായി നാട്ടുകാർ. കാസർഗോഡ് നഗരത്തിലെ റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്ററിൽ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ജീവനക്കാരെ പേടകത്തെ ഹൈടെക് ആർട്ട് ഫാമിലിയിലേക്ക് മാറ്റി നിയമിച്ചു. നീക്കത്തിന് പിന്നിൽ ഭരണ സ്വാധീനമെന്ന വിമർശനം. പരാതി നൽകിയിട്ടും പരിഹാരമില്ല. കൊല്ലത്ത് കല്ലടയാറ്റിൽ വീണ്ടും കക്കൂസ് മാലിന്യം തള്ളി. ഇറച്ചി മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൌസിന് സമീപം. ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്ന ആവശ്യം. പ്രക്ഷോഭവുമായി പ്രദേശവാസികൾ. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത് വനം വകുപ്പ്. പോളിയോ ബാധിച്ച് കാലുകൾ തളർന്ന റിജുവിന് സുമനസ്സുകളുടെ സഹായം. സ്വപ്ന വീടിന്റെ താക്കോൽ കൈമാറി. അടിമാലിയിലെ നിർധന കുടുംബത്തിന്റെ വയറിംഗ് ജോലികൾ സൗജന്യമായി ചെയ്ത ടെക്നിക് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. പിന്തുണയുമായി അധ്യാപകരും സ്കൂൾ അധികൃതരും. വിശദമായി നോക്കാം. തിരുവനന്തപുരം ചെമ്പൂരിൽ കശാപ്പിനെത്തിച്ച പോത്ത് വിരണ്ടോടി, 3 പേർക്ക് പരിക്കേറ്റു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പോത്തിനെ കീഴടക്കി. ചെമ്പൂരിന് സമീപം മൊട്ടലുമൂടിൽ നിന്നും വിരണ്ടോടിയ പോത്ത് കിലോമീറ്ററുകൾ ദൂരം ഓടി. ബൈക്കുകൾ ഉൾപ്പെടെയുള്ളവ മറിച്ചിട്ടു. വഴിയാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ പരിക്ക് സാരമാണ്. കോതമംഗലത്ത് കൃഷിയിടത്തിൽ നാശം വിതച്ച് കാട്ടാനക്കൂട്ടം. പിണ്ടിമനയിലാണ് പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ആനകളെത്തിയത്. കാട്ടാനകളെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് പിണ്ടിമനയിൽ ആനക്കൂട്ടമെത്തിയത്. പഞ്ചായത്തിലെ 12ാം വാർഡിലാണ് സംഭവം. ആനകൾ കൃഷിയിടത്തിലിറങ്ങി വ്യാപക നാശം വരുത്തി. പൈനാപ്പിൾ, റബ്ബർ തൈകൾ, വാഴ, കയ്യാലകൾ, ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ടിൻ ഷീറ്റുകൾ എന്നിവ ആനക്കൂട്ടം നശിപ്പിച്ചു. ഇതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. കർഷകരായ മൈക്കുളങ്ങര കുര്യാക്കോസ്, വീപ്പനാട്ട് ഏലിയാസ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ നാശനഷ്ടം വരുത്തിയത്. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ സനൽ എന്ന കർഷകൻ കൃഷിയിടത്തിൽ സ്ഥാപിച്ചിരുന്ന ടിൻ ഷീറ്റുകളാണ് കാട്ടാനകൾ ചവിട്ടി മെതിച്ചത്. ഒരു തലത്തിലും കർഷകർക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരു നിലയിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷി ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇന്ന് കർഷകർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. വിളവെടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ആ വന്യമൃഗങ്ങൾ വിളവെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യവും നാശനഷ്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതിന് സർക്കാരിൽ നിന്നും ഒരു മാർഗം സൃഷ്ടിച്ചുകൊണ്ട് ഈ വന്യമൃഗങ്ങളെ വനത്തിൽ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ തരുണത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് JC സാജു, കൃഷി ഓഫീസർ ശൈലജ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കാട്ടാനകൾ കൃഷിയിടത്തിൽ കയറാതിരിക്കാൻ നടപടി വേണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ അടുത്തടുത്താണ് എല്ലാവരും കൃഷിഭൂമിയുള്ളത്, കൃഷി ചെയ്യുന്നത്. അങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ രീതിയിലുള്ള സംഭവങ്ങൾ മാറ്റി ഇങ്ങോട്ട് ആന ഏതെങ്കിലും രീതിയിൽ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാട്ടാന ശല്യം മൂലം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. ന്യൂസ് 18 കോതമംഗലം. പുലിപ്പേടിയിലാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഡൈമുക്ക് പന്തടിക്കളം മേഖല. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശവാസികൾ പുലികളെ നേരിട്ട് കണ്ടിരുന്നു. തള്ളപ്പുലിയും 3 കുഞ്ഞുങ്ങളുമാണ് പ്രദേശത്തുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വണ്ടിപ്പെരിയാർ സ്വദേശി ബിജു പുലിക്കൂട്ടത്തെ കണ്ടത്. തള്ളപ്പുലിയും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 4 എണ്ണം വാഹനത്തിന് കുറുകെ പോയതായി ഇവർ പറയുന്നു. രണ്ടാമത് ഒരു 10 അടി വീണ്ടും മുന്നോട്ട് ചാടി. ഞാൻ 4 നല്ല കണ്ട. വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി പരിശോധന നടത്തിയെങ്കിലും കാൽപ്പാടുകൾ കണ്ടെത്താനോ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനോ സാധിച്ചില്ല. തൊട്ടടുത്ത ദിവസം ഡൈമുക്ക് സ്വദേശി സുനിൽകുമാറും പുലിയെ നേരിട്ട് കണ്ടു. ജീപ്പിൽ വരും വഴി തേയിലക്കാടിനോട് ചേർന്ന് പുലിയെ കണ്ടതായാണ് സുനിൽ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പുലിയെ പിടിച്ചോണ്ട് പോയതാണ്. അവന് അവിടെ തന്നെയാണ് ഇപ്പം പുലി വന്ന് കയറിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജനവാസ മേഖലയോട് ചേർന്ന് തുടർച്ചയായി പുലിയെ കണ്ടതോടെ ആശങ്കയിലും ഭീതിയിലുമാണ് മേഖലയിലെ കുടുംബങ്ങൾ.
പ്രദേശത്ത് നിന്നും 2 വർഷം മുൻപ് ഒരു പുലിയെ കൂടുവെച്ച് പിടികൂടി ഉൾവനത്തിൽ വിട്ടിരുന്നു. HML എസ്റ്റേറ്റിൽ ചില മേഖലകൾ കൃഷി ചെയ്യാതെ കാടുപിടിച്ചു കിടക്കുന്നതും വന്യമൃഗങ്ങൾ തമ്പടിക്കാൻ കാരണമാകുന്നുണ്ട്. വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പതിഞ്ഞാൽ കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്റർ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ജീവനക്കാരെ ബേഡകത്തെ ഹൈടെക് ആർട്ട് ഫാമിലേക്ക് മാറ്റി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നതോടെ നേരത്തെ വെറ്റിനറി ഉപകേന്ദ്രങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന RAHC പൂട്ടുമെന്നാണ് സൂചന. അണങ്കൂരിലെ ജില്ലാ വെറ്റിനറി ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെന്ററിലെ ജീവനക്കാരെ മാറ്റാനൊരുങ്ങി വകുപ്പ്. തസ്തികകൾ മറ്റൊരിടത്തേക്ക് ക്രമീകരിക്കാനുള്ള ഉത്തരവ് വന്നതോടെ കേന്ദ്രം അടച്ചുപൂട്ടുമെന്നാണ് സൂചന. തദ്ദേശ സ്ഥാപന പരിധികളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ പശുക്കളുടെ വന്ധ്യതാ പരിശോധനകൾ, ബീജസങ്കലനം, വിവിധ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, തീറ്റകളുടെ വിതരണ മേൽനോട്ടം, കന്നുകുട്ടി പരിപാലനം എന്നിവ നടത്തിയിരുന്ന സ്ഥാപനത്തിലാണ് നിലവിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി തസ്തികകൾ ഇല്ലാതാക്കുന്നത്. ജീവനക്കാരെ ബെഡഡ്കയിലെ ആട് ഫാമിലിയിലേക്ക് ക്രമീകരിക്കാനാണ് ഉത്തരവ്. കേന്ദ്രത്തിലെ ജീവനക്കാരെ മുഴുവൻ മാറ്റുന്നതിലൂടെ കാസർഗോഡ്, മഞ്ചേശ്വരം, കാറടുക്ക ബ്ലോക്കുകളിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള മൃഗാശുപത്രികളുടെയും വെറ്റിനറി ഡിസ്പെൻസറികളുടെയും ഉപകേന്ദ്രങ്ങളുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് ആശങ്ക. ഭരണസ്വാധീനം ഉപയോഗിച്ച് ഹൈടെക് ആട് ഫാമിനും വേണ്ടി ഉദുമ നിയോജക മണ്ഡലത്തിലെ മലയോര പഞ്ചായത്തും CPM ശക്തി കേന്ദ്രവുമായ ബേഡഡുക്കയിലേക്ക് മാറ്റുന്നതിനെതിരെ നെല്ലിക്കുന്ന് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് ഈ RHO റീജിയണൽ ആനിമൽ ഹസ്ബൻഡറി സെൻറ്റർ RHSC എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് മാറ്റുന്നതിനോട് കാസർഗോഡിൻ്റെ MLA എന്ന നിലയിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഈ കാര്യം ഞാൻ നേരത്തെ മണത്തറിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായും ഇതിൽ സജീവമായി ഇടപെടും. ഇത് കാസർഗോഡ് നിന്ന് പുനഃസ്ഥാപിക്കാൻ MLA എന്ന നിലയിൽ അത് എൻ്റെ ഉത്തരവാദിത്വം, കടമയാണ്. ഇതിൽ ഇടപെട്ട് ഇത് കാസർഗോഡ് തന്നെ പുനഃസ്ഥാപിക്കുക എന്നത്. കന്നുകാലികളുടെ കുളമ്പ് രോഗത്തിന് അടക്കമുള്ള വാക്സിനുകൾ ക്രോഡീകരിക്കുന്ന കേന്ദ്രം കൂടിയാണ് സ്ഥാപനം. ഹൈടെക് ഗോഡ് ഫാമിനായി ബേഡഡുക്കയിൽ നിശ്ചയിച്ച സ്ഥലം ആവശ്യത്തിന് വെള്ളവും പുല്ലും കിട്ടാത്ത സ്ഥലത്താണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കല്ലടയാറ്റിൽ വീണ്ടും കക്കൂസ് മാലിന്യം തള്ളുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും മാലിന്യം തള്ളിയത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിന് മുൻവശത്തായാണ് ഈ മാലിന്യ നിക്ഷേപം നടത്തിയത്. കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിന് മുൻവശത്ത് കല്ലടയാറ്റിലേക്ക് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പുനലൂർ പോലീസിനും പരാതി നൽകിയ അതേ ദിവസം തന്നെ രാത്രിയിൽ വീണ്ടും കക്കൂസ് മാലിന്യം തള്ളി. സ്ഥിരമായി കുറേ ആളുകൾ സാമൂഹിക വിരുദ്ധർ അവരെ വിശേഷിപ്പിക്കാം. അവർ മാലിന്യം തള്ളുന്ന, ഇറച്ചി മാലിന്യം ഉൾപ്പെടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. അല്പം കുറ്റിക്കാടിനുള്ളിലേക്കാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത്. ഇത് നേരെ ഒഴുകിയിറങ്ങുന്നത് കല്ലടയാറ്റിലേക്കുമാണ്. ദുർഗന്ധം അറിയാതിരിക്കുവാനായി മാലിന്യം തള്ളുന്നതിന് ഇരുവശത്തുമായി ഇറച്ചി മാലിന്യം ഉൾപ്പെടെ കൊണ്ടുതള്ളും. ഇറച്ചി മാലിന്യത്തിന്റെ ദുർഗന്ധമാണ് ഉയരുന്നത് എന്ന് വരുത്തി തീർക്കാൻ തന്ത്രപൂർവ്വം കാട്ടുന്ന നടപടിയാണിതെന്നാണ് ആരോപണം. മാലിന്യം തള്ളുന്നതിന് 200 മീറ്റർ താഴ്വശത്തായാണ് 3 ഗ്രാമപഞ്ചായത്തുകൾക്ക് ശുദ്ധജലം വിതരണം നടത്തുന്ന കുരിയോട്ടുമല കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസ്. ഇവിടം ജനവാസ മേഖല അല്ലാത്തതിനാൽ വൈദ്യുത വിളക്കുകളുടെ അഭാവവും ഗ്രാമപഞ്ചായത്തിന് CCTV ക്യാമറ സ്ഥാപിക്കുന്നതിന് വൈദ്യുതി ലഭ്യമല്ലാത്തതും മാലിന്യം തള്ളുന്നവർക്ക് സഹായകമായിട്ടുണ്ട്. കിൻഫ്ര പാർക്കിന്റെ റോഡിന്റെ വശവും CCTV ക്യാമറകൾ സ്ഥാപിച്ച് കൃത്യമായ പരിശോധന നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 പുനലൂർ. അപകടങ്ങൾ പതിവായ തിരുവനന്തപുരം മുതലപ്പുഴയിൽ മണൽത്തിട്ട നീങ്ങി തുടങ്ങി. ചേറ്റുവ ഹാർബറിൽ നിന്നെത്തിച്ച ഡ്രെഡ്ജർ ഉപയോഗിച്ചാണ് മണൽ നീക്കം. അഴിമുഖത്ത് 1,00,000 മീറ്റർ ക്യൂബ് മണൽ അടിഞ്ഞിട്ടുണ്ടെന്നാണ് ഹാർബർ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഒരു ദിവസം 2000 മീറ്റർ ക്യൂബ് മണലാണ് നീക്കുന്നത്. ഇന്ന് രാവിലെയാണ് പ്രവൃത്തി തുടങ്ങിയത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് മണൽ നീക്കം. 1 മാസം കൊണ്ട് ഹാർബർ സുരക്ഷിതമാക്കാനാണ് ശ്രമം. അഴിമുഖത്തിന്റെ 400 മീറ്റർ നീളത്തിലും 90 മീറ്റർ വീതിയിലും 5 മീറ്റർ താഴ്ചയിലുമാണ് മണൽ നീക്കേണ്ടത്. 2021 അവസാനമായി ഇവിടെ നിന്ന് മണൽ നീക്കിയത്. തുടർന്നുള്ള വർഷങ്ങളിൽ മണൽ നീക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഇതോടെയാണ് അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ടത്. കരാർ പ്രകാരം അദാനി ഗ്രൂപ്പാണ് മുൻകാലങ്ങളിൽ മണൽ നീക്കിയിരുന്നത്. കൃത്യമായി മണൽ നീക്കാതായതോടെ മുതലപ്പുഴി അപകട മേഖലയായി.
മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര ആവശ്യപ്രകാരമാണ് ആഴം കൂട്ടുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ ഡ്രഡ്ജറുകൾ എത്തിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്ന ആവശ്യമുന്നയിച്ച് പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയാണ്. 1924 പ്രകൃതി പ്രക്ഷോഭത്തിൽ ഒലിച്ചുപോയ പാതയ്ക്ക് പകരം 1931 തിരുവിതാംകൂർ രാജഭരണകാലത്ത് പുതിയ പാത നിർമ്മിച്ചത്. ഇതോടെ പഴയ പാത വനംവകുപ്പിന്റെ അധീനതയിലായി. എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ വരുന്ന പൂയംകുട്ടി, പിണ്ടിമേട്, കുട്ടപ്പുഴ, കുഞ്ചിയാർ, പെരുമൻകുത്ത്, മാങ്കുളം ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് എത്തുന്നതാണ് പഴയ ആലുവ മൂന്നാർ രാജപാത. ഏറെ സമയവും വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ സാധ്യതകൾ നൽകുന്ന പഴയ രാജപാത തുറക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പൂയംകുട്ടി വഴി ഉണ്ടാകുന്നത് മൂന്നാർ മേഖലയ്ക്ക് ഭയങ്കരമായ പുരോഗതി. ടൂറിസ്റ്റുകളെ, അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മൂന്നാറിലെ ഏറ്റവും വേഗത്തിൽ, അതായത് നേര്യമംഗലം കൂടി വരുന്നതിനേക്കാൾ കുറേ അധികം കിലോമീറ്ററുകൾ കുറവാണ് പൂയംകുട്ടി വഴിയുള്ള. നല്ല റോഡാണ്, നിരപ്പ് വഴിയാണ്, കയറ്റം കുറവാണ്. അങ്ങനെ ഒരുപാട് നന്മകളുള്ള ഒരു റോഡാണ് ഈ പൂയംകുട്ടി മൂന്നാർ റോഡ്. അപ്പോൾ അതുകൊണ്ട് ആ റോഡ് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം. നാട്ടുകാർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്കെതിരെ വനം വകുപ്പ് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1924 പ്രകൃതിക്ഷോഭത്തിൽ മൂന്നാർ ഉൾപ്പെടെ നാശമുണ്ടായപ്പോൾ ആലുവ മൂന്നാർ രാജപാതയും ഒലിച്ചുപോയി. പിന്നീട് രാജഭരണകാലത്ത് തന്നെ കോതമംഗലത്ത് നിന്നും നേര്യമംഗലം, വാളറ, അടിമാലി വഴി മൂന്നാറിലേക്ക് പുതിയ റോഡ് നിർമ്മിച്ചു. നാടിന്റെ വികസനം ലക്ഷ്യമിട്ട് പഴയ പാത വീണ്ടും തുറക്കണമെന്നും വനം വകുപ്പ് എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നുമാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. സുമനസ്സുകളുടെ സഹായത്താൽ ഇടുക്കിയിലെ ബിജു പൗലോസിന് വീടൊരുങ്ങി. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്ററാണ് വീട് നിർമ്മിച്ച് കൈമാറിയത്. പോളിയോ ബാധിച്ച് കാലുകൾ തളർന്ന ബിജുവിന് സ്വന്തമായി വീടെന്നത് സ്വപ്നമായിരുന്നു. ഇതാണ് തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്റർ യാഥാർത്ഥ്യമാക്കിയത്. 8.25 സെന്റ് ഭൂമിയിൽ മാതൃകാ ഭവന പദ്ധതിയുടെ ഭാഗമായി 668 ചതുരശ്ര അടിയുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു. ഇന്ന് ഈ വീട്ടിലേക്ക് ജീവിതം പറിച്ചു നടുന്ന, അല്ലെ പുതിയ ജീവിതം ആരംഭിക്കുന്ന ബിജു പൗലോസിനും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുകയാണ്. ഐശ്വര്യപൂർണമായ ജീവിതം, ഒരു രണ്ടാം ഘട്ട ജീവിതത്തിന്റെ ഒരു കുതിപ്പിനുള്ള ഒരു സ്ഥലമായി, ഒരു ലോഞ്ചുപാടായി ഈ വീട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. റാമ്പ്, വീൽചെയർ കടന്നുപോകാൻ പാകത്തിൽ വാതിലുകൾ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ എന്നിവ ഈ വീടിന്റെ പ്രത്യേകതയാണ്. വഴിത്തലയിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ പ്രജീഷ് സെൻ, ശാന്തിഗിരി കോളേജ് മാനേജർ ഫാദർ പോൾ പാറക്കാട്ടയിൽ, ഡിഫറന്റ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്, മാജിക് പ്ലാന്റ് മാനേജർ CK സുനിൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിഫറന്റ് ആർട്സ് സെന്ററിലെയും മാജിക് പ്ലാനറ്റിലെയും ജീവനക്കാരുടെ ധനസമാഹരണത്തിലൂടെ വാങ്ങിയ വീൽ ചെയറും ബിജുവിന് കൈമാറി. ന്യൂസ് 18 ഇടുക്കി. നിർധന കുടുംബത്തിനായി സുമനസ്സുകൾ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ വയറിംഗ്, പ്ലംബിംഗ് ജോലികൾ സൗജന്യമായി ചെയ്യുകയാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. മറയൂർ സ്വദേശിനിക്കായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഈ വയറിംഗ് ജോലികളൊക്കെയാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ പൂർത്തീകരിച്ചത്. അടിമാലി മച്ചിപ്ലാവിന് സമീപമാണ് സുമനസ്സുകളുടെ സഹായത്താൽ വീട്ടമ്മയ്ക്ക് സ്നേഹവീടൊരുങ്ങുന്നത്. നിർധന കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ പങ്കാളികളാവുകയാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും. അടിമാലി വൈസ്മെൻ സെന്ററിലും മറ്റ് സുമനസ്സുകളും ചേർന്നാണ് മറയൂർ സ്വദേശിനിക്കായി സ്നേഹവീട് നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ വയറിംഗ്, പ്ലംബിംഗ് ജോലികൾ ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് കുടുംബത്തിന് ഏറെ സഹായകമായി. ക്ലാസ് മുറികളിൽ പഠിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കുവാനുള്ള അവസരമായി കണക്കിലെടുത്ത സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ കുട്ടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലത്ത് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മട്ടുപ്പാവ് കൃഷി. 5000 സ്ക്വയർ ഫീറ്റിലാണ് പഴം, പച്ചക്കറി കൃഷി. തങ്കളം ബൈപ്പാസ് റോഡിലെ ലാക്കാസ റെസിഡൻസിയുടെ മട്ടുപ്പാവിലാണ് കൃഷി. എല്ലാവിധ പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഇവിടെ വളരുന്നു. പച്ചക്കറി കൃഷി നേരത്തെ തുടങ്ങിയിരുന്നു, പിന്നീടാണ് ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. ലാക്കാസ MD MU അഷ്റഫാണ് നേതൃത്വം നൽകുന്നത്. അംഗങ്ങൾ തന്നെയാണ് പരിപാലനം. വഴുതന, പയർ, പാവൽ, മുളക്, തക്കാളി, വെണ്ട, മാവ്, പ്ലാവ്, റംബൂട്ടാൻ തുടങ്ങിയവ ഗ്രോ ബാഗുകളിലും ഡ്രമ്മുകളിലുമായാണ് വളർത്തുന്നത്. ഏതാണ്ട് 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ലാക്കാസ റെസിഡൻസിയുടെ മുകളിൽ മാക്സിമം എല്ലാവിധ പച്ചക്കറികളും ഫലവൃക്ഷ തൈകളും
നടുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ തൈകളൊക്കെ വെച്ച് അതൊക്കെ പടർന്നു വരുമ്പോൾ തന്നെ മാനസികമായി വളരെ എന്താ പറയുക, ഒരു ഉന്മേഷം രാവിലെ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കോതമംഗലം കൃഷി ഓഫീസറിന്റെ സഹായത്തോടെയാണ് മട്ടുപ്പാവ് കൃഷി. ഉദ്ഘാടനം FIT ചെയർമാൻ R. അനിൽകുമാർ നിർവഹിച്ചു. ഈ സ്ഥാപനത്തിന്റെ മുകളിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോൾ അതിന് പ്രവാസികളുടെ തന്നെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഉള്ള ഇടപെടൽ സംഘടിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള സംഗതിയാണ്, മാതൃകാപരമായിട്ടുള്ള സംഗതിയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നുള്ളതിൽ കോതമംഗലം നഗരസഭ, അതോടൊപ്പം തന്നെ നെല്ലിക്കുഴി പഞ്ചായത്ത്, മറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, സഹകരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, ഇവരെല്ലാം നല്ല നിലയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. കൂടുതൽ ഇടത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് 18 കോതമംഗലം. പാലക്കാട് വാടാനം കൃഷി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തിയായ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഹൈസ്കൂൾ തലത്തിലെ 44 വിദ്യാർത്ഥികളാണ് SPC പരിശീലനം പൂർത്തിയാക്കിയത്. കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് മികവുറ്റതായിരുന്നു. വാടാനം കുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയത്. റെസിഡൻഷ്യൽ ക്യാമ്പ്, കായിക പരിശീലനം, പരേഡ്, റോഡ് സുരക്ഷാ ക്യാമ്പയിൻ, നിയമ സാക്ഷരതാ ക്ലാസുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ളതാണ് പരിശീലനം. കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വീക്ഷിക്കാൻ രക്ഷിതാക്കളും സഹപാഠികളും എത്തിയിരുന്നു. മുഹമ്മദ് മുഹസിൻ MLA കേഡറ്റുകളിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ചു. നമുക്കറിയാം, യുവതലമുറയെ കുറിച്ച് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളെ കുറിച്ച് പലതരത്തിലുള്ള ആശങ്കകൾ പറയുന്ന സമയത്ത് നാളിതുവരെയുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ചരിത്രത്തിൽ ഈ പരിശീലനം നേടി വന്ന കുട്ടികൾ പൊതുവെ നമ്മൾ മറ്റുള്ള കച്ചറകള്, അടിപിടികള്, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള ഒന്നിലും നമുക്കവരെ കാണാൻ കഴിയില്ല. 3 വർഷത്തെ പരിശീലനമാണ് കേഡറ്റുകൾക്ക് നൽകിയത്. പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആവിഷ്കരിച്ചതാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി. ന്യൂസ് 18 വാടാനം കുറിശി. വിരമിക്കുന്ന അധ്യാപകർക്ക് അവരുടെ മികവാർന്ന ഛായാചിത്രങ്ങൾ വരച്ചു നൽകി ഹൃദയസ്പർശിയായ യാത്രയയപ്പ് നൽകുകയാണ് പാലക്കാട് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പറ്റം വിദ്യാർത്ഥികൾ. സ്കൂളിലെ ചിത്രകലാ ക്ലബിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. അധ്യാപകരെ മനസ്സിലും ഒപ്പം ചിത്രങ്ങളിലും പകർത്തിയാണ് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വിരമിക്കുന്ന അധ്യാപകരോടുള്ള ഗുരുഭക്തി അറിയിക്കുന്നതും യാത്രയയപ്പ് നൽകുന്നതും. ഈ അധ്യയന വർഷം വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 7 അധ്യാപകരാണ് വിരമിക്കുന്നത്. PS ജയ, K ഉണ്ണി, P സുരേഷ് കുമാർ, AN ഹുസൈൻ, KK ജ്യോതി, NP ദേവകി, PK നിർമ്മല എന്നീ 7 അധ്യാപകരുടെ ഛായാചിത്രങ്ങൾ വരച്ചാണ് വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് സമ്മാനിക്കുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ചിത്രകലാ കഴിവുകളുണ്ട്. ആ കഴിവുകളെ കണ്ടെത്തുകയും അവർക്ക് കൂടുതൽ അതിലൂടെ വളർച്ച കിട്ടുകയും വിവിധ വിഷയങ്ങൾക്ക് കൂടി ചിത്രകലനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അതിനെ വിപുലീകരിക്കാനുള്ള പദ്ധതി കൂടിയാണ് ഈ ചിത്രകലാ ക്ലബ്ബ് വല്ലപ്പുഴ സ്കൂൾ ഇതുവരെ ആവിഷ്കരിച്ചു വരുന്നത്. വിദ്യാലയത്തിലെ ചിത്രകലാ ക്ലബ്ബ് വിദ്യാർത്ഥികളായ ഫാത്തിമ ഷിഫ, ഹംന നസ്രീൻ, ആദിദേവ് എന്നിവരും പൂർവ്വ വിദ്യാർത്ഥികളായ KP മുസ്തഫ, ആശ എന്നിവരുമാണ് ഛായാചിത്രങ്ങൾ വരച്ചത്. ഇവിടെ ഒരുപാട് കാലങ്ങളായിട്ട് ചിത്രകലാ ക്ലബ്ബ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ അധ്യാപകർ ഇവിടുത്തെ ഓരോ കുട്ടികളുടെയും ചിത്രകലയും മറ്റ് കഴിവുകളെയൊക്കെ എന്നും സജീവമായിട്ട് പിന്തുണ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനൊക്കെ ഫലമായിട്ടാണ് ഇവിടുത്തെ കുട്ടികൾ പല പരിപാടികളിലും ഈ കലോത്സവത്തിനൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ അധ്യാപകർക്കാണ് ഇതിലെ വലിയൊരു പങ്കുള്ളത്. എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചത് എൻ്റെ ചിത്രകലാ അധ്യാപകനായ സലാം സാറ് കാരനാണ്. സാറിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ ഈ സ്കൂളിലേക്ക് വന്നപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിലേക്ക് വന്നൊരു ഫീലിംഗ് ഉണ്ട്, ചേരാൻ വന്നൊരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ക്ലബിലെ 20ഓളം കുട്ടികൾ വരച്ച ചിത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് വിരമിക്കുന്ന അധ്യാപകർക്ക് കൈമാറുന്നത്. സ്കൂളിൽ ചിത്രങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ചിത്രകലാ അധ്യാപകരായ അബ്ദുൾ സലാം, ഹർഷ എന്നിവർ അധ്യാപകരുടെ ഛായാചിത്ര രചനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 പാലക്കാട്. കൊട്ടാരക്കര മൈലം തൃക്കൊന്ന മർന്നകാവ് ദേവീക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ് മഹോത്സവം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഹോരേക്കാട്ടില്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. 8ാം ദിവസവും ബലിക്കൽപുര ദേവീ ദർശനവും ചെമ്പട്ട് നേർച്ചയോടെയും ഉത്സവം സമാപിക്കും. ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്കും സന്ധ്യാസേവയ്ക്കും ശേഷമായിരുന്നു തൃക്കൊടിയേറ്റ് നടന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ ഭക്തിയുടെ നിറവിൽ ഉത്സവം കൊടിയേറി.
ക്ഷേത്രാചാര കർമ്മങ്ങളും താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകളും ദർശിക്കാൻ നിരവധി ഭക്തരാണ് എത്തിയിരുന്നത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളോടെയാണ് ഉത്സവം നടക്കുന്നത്. ചെമ്പട്ട് നേർച്ചയും ദേവി ബലിക്കൽപുര, ഈ ദേവി ബലിക്കൽപുരയിലാണ് എഴുന്നള്ളിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ദേവിയുടെ എല്ലാ ഐശ്വര്യവും നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് പകർന്നു കൊടുക്കുന്നതായിട്ടാണ് നമ്മുടെ ഈ അമ്പലത്തിന്റെ ഉത്സവ സമയത്ത് ഏറ്റവും വലിയ വിശ്വാസം. 400 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം ആചാരപ്പെരുമ കൊണ്ടും ഐതിഹ്യത്താലും ശ്രദ്ധേയമാണ്. ശാന്തസ്വരൂപിണിയായ ദേവീ സങ്കല്പത്താൽ ഉത്സവം കണ്ടു തൊഴാൻ നിരവധി ഭക്തരാണ് എത്തുന്നത്. ഇവിടുത്തെ വഴിപാടെന്ന് പറയുന്നത് തിരളി വഴിപാടാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ പായസമൊക്കെ, ഇവിടെ പായസം ഉണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് വെച്ചാൽ പന്തിനാഴി തിരളിയാണ്. അങ്ങനെ വഴിപാടിന് പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ നെയ്വിളക്ക്, അതുപോലെ നെയ്പായസം, ഇത് രണ്ടും ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആണ്. നെയ്വിളക്ക് എപ്പോഴും തെക്ക് പടിഞ്ഞാറൊക്കെ ശ്രീകോവിലിനുള്ളിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെയ്വിളക്ക് ഉണ്ട്. ഭക്തജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നതും നെയ്വിളക്ക് കത്തിക്കാനാണ്. 8ാം ഉത്സവ ദിവസം മീനമാസത്തിലെ കാർത്തിക നാളിൽ ദേവിയെ ബലിക്കൽപുരയിലിരുത്തി പൂജ ചെയ്യുന്നത് ഭക്തി നിർഭരമാണ്. വർഷത്തിൽ ഒരു ദിവസം മാത്രം നടക്കുന്ന ചെമ്പട്ട് നേർച്ചയാണ് ഇഷ്ടവഴിപാട്. തുടർന്ന് നടക്കുന്ന ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവം കൊടിയേറും. ന്യൂസ് 18 കൊട്ടാരക്കര. കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയായ പത്തനാപുരത്ത് ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നിരവധി നാശനഷ്ടങ്ങളുണ്ടായി. സംസ്ഥാനത്ത് പെയ്യുന്ന കാലവർഷത്തിന്റെ ഭാഗമായി കുറച്ചു ദിവസങ്ങളായി വൈകുന്നേരങ്ങളിൽ കിഴക്കൻ മേഖലകളിൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട്. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന്റെ മുറ്റത്തു നിന്നിരുന്ന വർഷങ്ങൾ പഴക്കം ചെന്ന നെല്ലിമരം കടപുഴകി റോഡിലേക്ക് വീണു. ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടത്തിനും മതിലിനും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ പത്തനാപുരം തടിഡിപ്പോയിൽ നിന്ന് തേക്കുമരത്തിന്റെ ചിലകൾ ഒടിഞ്ഞു വീണ വൈദ്യുത കമ്പികൾക്ക് കേടുപാടുണ്ടായി. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിന്റെ മുറ്റത്ത് നിന്ന മരം ഒടിഞ്ഞ് വൈദ്യുത പോസ്റ്റിന്റെ മുകളിലേക്ക് വീണ് പോസ്റ്റ് ഒടിയുകയും വൈദ്യുത കമ്പികൾ പൊട്ടുകയും ചെയ്തു. ശക്തമായ മഴയിൽ പത്തനാപുരം ടൗൺ സെൻട്രൽ ജംഗ്ഷനിലുള്ള 3 നില കെട്ടിടത്തിന്റെ മുകളിലെ കോൺക്രീറ്റ് തകർന്ന് റോഡിലേക്ക് വീണു. ആ സമയം വാഹനമോ കാൽനട യാത്രികരോ അതുവഴി കടന്നു പോകാത്തതിനാൽ ദുരന്തം ഒഴിവായി. HDFC ബാങ്കിന് സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാന്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് വാഹനത്തിന് കേടുപാട് സംഭവിച്ചു. പിന്നീട് അഗ്നിരക്ഷാ സേനയെത്തിയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് മുടി വെട്ടാനെത്തിയ കുട്ടിയെ പീഡിപ്പിച്ച ബാർബർ അറസ്റ്റിൽ. കരിമ്പ സ്വദേശി KM ബിജോയാണ് അറസ്റ്റിലായത്. 11-കാരനെയാണ് പീഡിപ്പിച്ചത്. കുട്ടി വിവരം അധ്യാപകരോട് പറയുകയായിരുന്നു. തുടർന്ന് വിനോജിനെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തു. പാമ്പിന് കടത്താൻ ശ്രമിച്ച യുവാവ് വനംവകുപ്പിന്റെ പിടിയിൽ. മാർത്താണ്ഡം സ്വാമിയാർപട്ട സ്വദേശി ശിവകുമാറാണ് പിടിയിലായത്. കന്യാകുമാരിയിലെ റിസർവ് വനത്തിൽ കീഴിലുള്ള പാങ്കുടി ഹൈവേയിൽ പെട്രോളിംഗിനിടെയാണ് ഇയാളെ കണ്ടെത്തുന്നത്. പരിശോധനയിൽ കൈവശം പാമ്പിനെ കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ പാനൂർ സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഓഫീസർ മുഹമ്മദാണ് മരിച്ചത്. കണ്ണമം സ്വദേശിയാണ്. ഇന്ന് രാവിലെ വന്ദേ ഭാരത് ഇടിച്ചായിരുന്നു അപകടം. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം AR ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ റാഫിയാണ് മരിച്ചത്. വിരമിക്കാനിരിക്കെയായിരുന്നു സംഭവം. അഴിയൂരിലെ കുടുംബ വീട്ടിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. കൊച്ചിയിൽ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരൻ പിടിയിൽ. 900 ഗ്രാം കഞ്ചാവ് ഒഡീഷ സ്വദേശിയായ കേശബ് സാനുവലിൽ നിന്ന് ഡാൻസ് ഓഫ് സംഘം പിടിച്ചെടുത്തു. ആലുവയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടിയിൽ വൻ MDMA വേട്ട. 350 ഗ്രാം MDMAയുമായി 2 പേർ എക്സൈസ് പിടികൂടി. കോഴിക്കോട് സ്വദേശികളായ ലബീബ്, മുഹമ്മദ് അലി എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നും MDMA വിതരണത്തിനായി കൊണ്ടുവരുന്നതിനിടെയായിരുന്നു സംഘം എക്സൈസിന്റെ പിടിയിലായത്. കടലുണ്ടി കടവിൽ വെച്ച് മറ്റൊരാൾക്ക് കൈമാറാനാണ് സംഘം എത്തിയത്. കോഴിക്കോട് കോവൂരിൽ രാത്രികാല കച്ചവട കടകൾ അടിച്ചു തകർത്ത് DYFI പ്രവർത്തകർ. രാത്രി കച്ചവടത്തിന്റെ മറവിൽ ലഹരി മാഫിയ പിടി മുറുക്കുന്നുവെന്ന് ആരോപിച്ചുള്ള DYFIയുടെ പ്രതിഷേധത്തിനിടെയായിരുന്നു ആക്രമണം. കച്ചവടക്കാരനും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ DYFI പ്രവർത്തകന് മർദ്ദനമേറ്റു. ഇതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. കോഴിക്കോട് മുക്കം കുന്നമംഗലം മേഖലയിൽ വ്യാപക പരിശോധന. നേരത്തെ ലഹരി കേസിൽ പ്രതികളായവരുടെ വീടുകളിലും പരിശോധന നടന്നു. പുലർച്ചെ 6 മണിക്ക് തുടങ്ങി റെയ്ഡ് 9 മണിയോടുകൂടിയാണ് അവസാനിച്ചത്.
എക്സൈസിൻ്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റും പോലീസിൻ്റെ ഓപ്പറേഷൻ ഡി ഹണ്ടും മുൻ NDPS കേസിൽപ്പെട്ട പ്രതികളുടെ വീട്ടിൽ NDPS വിൽപ്പനയ്ക്കായി കൈവശം വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെയ്ഡ് കണ്ടക്ട് ചെയ്യുന്നത്. നിലവിൽ ഇന്ന് റെയ്ഡ് കണ്ടക്ട് ചെയ്തതിൽ നമുക്ക് കോൺട്രാബാൻഡ് ഐറ്റംസ് ഒന്നും ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് തുടർന്നും ഇത്തരത്തിലെ മുൻ കേസുകളിൽപ്പെട്ട പ്രതികളുടെ വീട് വീണ്ടും റെയ്ഡ് കണ്ടക്ട് ചെയ്യാൻ സെർച്ച് വീണ്ടും തുടർന്നു പോകുന്നുണ്ട്. അതിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസുമായിട്ടുള്ളൊരു ജോയിന്റ് ഓപ്പറേഷനാണത്. ഇനി തുടർന്ന് വരുന്നതിലും ഹോട്ട്സ്പോട്ടുകളും NDPS ഹോട്ട്സ്പോട്ടുകളും അതേപോലെ തന്നെ മുൻ സ്മാൾ ക്വാണ്ടിറ്റി കേസ്, ഇന്റർമീഡിയറ്റും കൊമേഴ്ഷ്യൽ കേസ് പെട്ട വീടുകളിലും അത്തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അവരെ നമ്മൾ അവരെ മൂവ്മെന്റ് എല്ലാം മോണിറ്റർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരെ നിയമ നടപടികളായിട്ട് എത്തിക്കുന്ന നടപടികൾ എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള റെയ്ഡാണ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.